നമസ്കാരം. വയനാടിനെ വീണ്ടും കണ്ണീരിലാഴ്ത്തി തുരങ്കപാത മേഖലയിലുണ്ടായ നിർമ്മാണ മേഖലയിലുണ്ടായിരുന്ന മണ്ണിടിച്ചില് മനുഷ്യ നിർമ്മിത മണ്ണിടിച്ചിലാണത്. ആ മണ്ണിടിച്ചിലും ഏതാനും ജീവിതങ്ങൾ അവസാനിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. അതിൽ നമ്മൾ പഠിച്ചില്ല എങ്ങനെയാണ് പുത്തുമല കവളപ്പാറ ദുരന്തം ഉണ്ടായത്, എന്തൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത് എന്നൊക്കെ നമുക്കറിയാം. ആ ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാർ എങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങളെ കൈകാര്യം ചെയ്തത്, കേരള സർക്കാരുകൾ രണ്ടുപേരും കൈകാര്യം ചെയ്തത് നമുക്കറിയാം. അന്നുണ്ടാക്കി കൊടുത്ത വീടുകളും എല്ലാം തദൈവ കൈക്കൂലി അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അവരുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളായി മാറിപ്പോയെന്ന് നമ്മൾ കണ്ടു. അതായത് ദുരന്ത ബാധിതരെ മനുഷ്യരായി പോലും കാണുന്നില്ല. അതിന്റെ ആ ഒരു ആദ്യം വ്യാധിയും കെട്ടടങ്ങുന്നതിന് മുമ്പാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഇപ്പോ ഉണ്ടായത്. ആ ദുരന്തത്തിലും പുത്തുമല കവളപ്പാറ ഉണ്ടായതിനേക്കാൾ അതിഭീകരമായ ദുരന്തമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ആ മേഖലയിലേക്ക് ഇപ്പോഴും പലരെയും കടത്തിവിടുന്നില്ല, പലരെയും കാണാനുണ്ട്. ഒരുപാട് ജീവിതം ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. വലിയ ദുരന്തമാണ് അന്നുണ്ടായത്. അതിലും ചില ഇടപെടലുകൾ, മുതലെടുപ്പിന്റെ രാഷ്ട്രീയം മറ്റും എല്ലാം കളിക്കുന്നത് കണ്ടു. മനുഷ്യജീവന് അവിടെയും വലിയ വിലയൊന്നും കൽപ്പിച്ചു കണ്ടില്ല. അതായത് ഭരണാധികാരികൾ, ഭരണവർഗം കൽപ്പിച്ചു കണ്ടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യരെ സ്നേഹിക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല, ഭരണവർഗത്തിന്റെ ഒരു വിഭാഗത്തിന്റെ കാര്യം. അതുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി ഈ ദുരന്തം തടയാമായിരുന്നു. ഇപ്പോ വയനാടിനെ വീണ്ടും കണ്ണീരടുത്തിട്ട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ തടയാമായിരുന്നു. ആ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കിയിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ട് ആ മണ്ണാണ് ഇപ്പോൾ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ നിർമ്മാതാക്കൾ വയനാടിന്റെ ഒരു ശീലം എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. വയനാടിന്റെ മണ്ണ് എങ്ങനെയാണ്, അവിടുത്തെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മലയാളികൾക്ക് ഇന്നറിയാം, സുപരിചിതമാണ്. നമ്മുടെ ജനപ്രതിനിധികൾക്കും അതറിയാം. ആ സാഹചര്യത്തിൽ അവിടെ സന്ദർശിച്ചിട്ടുള്ള പലരും, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. PWD ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതര മേഖല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് വളരെ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ തുരങ്ക നിർമ്മാണ ശേഷം അവിടെ ഉപയോഗിക്കാനായി മണ്ണ് കൂട്ടിയിട്ടിരുന്നപ്പോൾ വയനാടിൽ അതൊരു വലിയ ദുരന്തമായി മാറുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടും മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ മുന്നറിയിപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് തുരങ്ക നിർമ്മാണ കമ്പനി പെരുമാറിയതിന്റെ ഫലമായിട്ട് വയനാട്ടിൽ വീണ്ടും ജീവഹാനി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ വയനാട് മേഖലയിൽ വലിയ കനത്ത മഴയാണ്. തുടർച്ചയായിട്ട് പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ മീനാക്ഷി പാലത്തിന് സമീപമുള്ള മല പൂർണ്ണമായും ഇടിഞ്ഞ് അങ്ങോട്ട് വീണു. തുരങ്ക നിർമ്മാണ കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പുകൾക്ക് മുകളിലേക്കാണ് ടൺ കണക്കിന് മണ്ണും ചെളിയും ഇരച്ചെത്തിയിട്ടുള്ളത്. അപകട സമയത്ത് പ്രദേശത്ത് നിരവധി പേർ ഉണ്ടായിരുന്നു എന്നും ഇല്ലായിരുന്നു എന്നും മാറിയെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പള്ളിയും വീടും ബസ് സ്റ്റോപ്പും പൂർണ്ണമായും മണ്ണിനടിയിലാണ്. വയനാടിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതി ലോലതയെക്കുറിച്ചും ഒക്കെ കൃത്യമായി ധാരണയുണ്ടായിരുന്ന ഭരണകൂടവും ജില്ലാ നേതൃത്വവും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കള്ളാടിയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും ഇതിനു മുമ്പ് കൊടുത്തിരുന്നു. എന്നാൽ ഈ ഔദ്യോഗിക മുന്നറിയിപ്പുകളെല്ലാം പൂർണ്ണമായിട്ടും അവഗണിച്ച് നിർമ്മാണ കമ്പനി തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ലാഭക്കൊതിക്ക് മുന്നിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറന്നു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കമ്പനിയുടെ കടുത്ത വീഴ്ചയാണ് ഇപ്പോൾ കള്ളാടിയെ ഒരു വലിയ
മനുഷ്യനിർമ്മിത ദുരന്ത ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 225 മില്ലിമീറ്ററോളം അതിശക്തമായ മഴ പെയ്തിറങ്ങി എന്നാണ് പറയുന്നത്. ഇത് മലകളിലെ മണ്ണിന്റെ ഘടന വലിയ രീതിയിൽ ദുർബലപ്പെടുത്തും. മാത്രമല്ല വയനാടിന്റെ മലകളിൽ പൈപ്പിംഗ് എന്ന ഒരു പ്രതിഭാസം ഉണ്ടാക്കും. പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന വൻമരങ്ങൾ, വലിയ മരങ്ങൾ, നീക്കം ചെയ്യപ്പെട്ട വലിയ മരങ്ങളുടെ കുറ്റികൾ അവിടെ നിന്ന് ദ്രവിച്ച് അതിന്റെ വേരുകൾ പോയി അതെല്ലാം ദ്രവിച്ച് വലിയ നീർക്കെട്ടുകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ താങ്ങാവുന്നതിനേക്കാളും പ്രഷർ വരുമ്പോൾ അതെല്ലാം കൂടി, ആ വെള്ളമെല്ലാം കൂടി കുത്തി ഒലിച്ച് ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഒരു പക്ഷേ മണ്ണിന് താങ്ങാൻ കഴിയില്ല, ആ പ്രദേശത്ത് താങ്ങാൻ കഴിയില്ല. അതിനെല്ലാം പുറമെ തുരങ്ക നിർമ്മാണത്തിനായി തുരന്നെടുത്ത മണ്ണ് മലയുടെ മുകളിൽ വലിയ കുന്നുകളായിട്ട് അശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മണ്ണിലേക്ക് കനത്ത മഴവെള്ളം ഇറങ്ങിയതോടെ അതും ഒരു പൈപ്പിംഗ് പ്രതിഭാസം പോലെ ഒരു ചെളിപ്രവാഹമായി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊരു സ്വാഭാവിക ഒരു പ്രകൃതിക്ഷോഭമല്ല. മണ്ണ് അശാസ്ത്രീയമായി സംഭരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ്. വനം വകുപ്പ് മന്ത്രി അതുപോലെ മറ്റ് അധികൃതരൊക്കെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. 2 ആഴ്ച മുമ്പ് ഇവിടെ ഒരു മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഭരണകൂടത്തിന്റെ വിലക്കുകൾ, സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ വകവയ്ക്കാതെ നിർമ്മാണ കമ്പനി കാട്ടിയിട്ടുള്ള അനാസ്ഥയാണ് അല്ലെങ്കിൽ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക്, ഒരു വിപത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും തൊഴിലാളികൾ ക്യാമ്പുകൾ തന്നെ തുടരാൻ ഇടയായതാണ് അപകടത്തിന്റെ ആഴം കൂട്ടിയിട്ടുള്ളത്. അതേസമയം ദുരന്ത മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറം ലോകത്ത് അറിയാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നതായി ശക്തമായ സംശയമുണ്ട്. സാബു സാറേ, 5-8 ആൾക്കാർ ആസ്പത്രിയിലുണ്ട്. ഒരു 6-7 ആളുകളെ മിസ്സിംഗ് ആണ്. അവര് മരണപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ട് ഇവിടുന്ന് ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അതായത് നമ്മൾക്കിപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആളുകളൊക്കെ മണ്ണ് മാന്തന ജഗപുക തിരക്കിലാണ്. അപ്പൊ ഔദ്യോഗിക റിപ്പോർട്ട് വന്നിട്ടില്ല. എന്താണെങ്കിലും മരണസംഖ്യ കൂടാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പോയാലും ഒരു 5-6 ആളുകളെ കാണാനില്ല. അതിന്റെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് പറയാനായിട്ടില്ല. അപകടത്തിന്റെ വ്യാപ്തി, ആ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ, ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ രഹസ്യമായി ശ്രമിക്കുന്നതായിട്ടാണ് ദുരന്ത മേഖലയിൽ നിന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. എന്നാൽ പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടത്തില് 4 പേർ ഇതുവരെ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത്. സംസാരം ഇപ്പത്തെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഇവിടുന്ന് തൊട്ടടുത്ത കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ അറിവ് പ്രകാരം 4 പേര് മരിച്ചു എന്നുള്ളൊരു കണക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എത്രയാണെന്നുള്ളത് അറിയില്ല. 4 പേര് മരിച്ചു എന്നുള്ളതാണ് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്, കേൾക്കുന്നത്. അവർക്കറിയാവുന്ന 4 പേർ മരണപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭ്യമായിട്ടുമില്ല. ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നതോടൊപ്പം വരും മണിക്കൂറുകളിൽ മാത്രമേ കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരൂ. ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രാദേശികമായുള്ള ചില ബന്ധങ്ങളും പ്രാദേശികമായി ആ പരിസരത്തുള്ള പലരുമായി ഉള്ള ബന്ധപ്പെടലിന്റെയും അടിസ്ഥാനത്തിലാണ്. സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ എടുക്കും. ഏതായാലും ഈ ഒരു ദുരന്തം മനുഷ്യനിർമ്മിതമാണ്, അനാസ്ഥയാണ്. ഒരു മണ്ണിന്റെ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാതെ ആ മണ്ണിനോട് ചെയ്യുന്ന ക്രൂരത അല്ലെങ്കിൽ അതിനോട് ചെയ്യുന്ന പ്രവൃത്തി, അതിനുള്ള ഫലം മനുഷ്യന് തരുന്നതാണ്. പക്ഷേ അതിന്റെ ആ ഒരു തിക്തഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ദുരന്തം അനുഭവിക്കുന്ന നിരപരാധികളായിട്ടുള്ള ഒരു വിഭാഗം സാധുക്കളാണ് എന്നതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു നിമിഷം കൊണ്ട് നമുക്കറിയാം ആ ദൃശ്യത്തിൽ ഓടി മാറുന്നത്, നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട്. എന്നാൽ ആ വരുന്ന വരവിൽ മണ്ണിനടിയിലായി പോയവരുമുണ്ട്. ഇതൊക്കെ ഈ രീതിയിൽ ഉള്ള ഈ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ആ ജീവന്റെ വില അറിഞ്ഞു വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ. Different angles. Don't forget to subscribe and support this channel.